ആ മണ്ടിപ്പായുന്നത് മുജാഹിദിന്റെ നേതാക്കന്മാരാ, താടിയില്ലാത്ത നേതാക്കന്മാര്. താടിയില്ല എന്ന് പറഞ്ഞ സക്കരിയ പറഞ്ഞ കണക്കിനില്ല. താടി വളർത്താൻ മീശ വെട്ടുക, അത് റസൂൽ പഠിപ്പിച്ചാണ് സഹാബത്ത് കാണിച്ചത്. 4 മദ്ഹബിലും അത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. മദ്ഹബി പണ്ഡിതന്മാർക്ക് അത് ഹറാമാണെന്നാ പറഞ്ഞിട്ടുള്ളത്. ഈ റമളാൻ മാസത്തിലെങ്കിലും അതൊന്ന് നിർത്തിക്കൂടെ കൂട്ടരെ? ആരോട്? പ്രസിഡന്റിനോടാണ് ഈ പറയുന്നത് നിർത്തിക്കൂടാൻ. മൂപ്പര് എത്ര റമളാൻ കഴിഞ്ഞു ഇപ്പോഴും നിർത്തിയിട്ടില്ല. താടി അത്ര തന്നെയുള്ളൂ. തെറ്റുകൾ നിന്ന് ഖേദിച്ചു മടങ്ങുന്ന മാസല്ലേ ഈ താടി പഠിക്കാന്നുള്ള തെറ്റൊന്ന് ഞാനൊന്ന് ഖേദിച്ചു മടങ്ങട്ടെ തീരുമാനിച്ചൂടെ? അന്ന് വലിച്ചെറിഞ്ഞൂടെ? രാവിലെ അത് ചരണ്ടിയിട്ടാ പള്ളിക്കൊക്കെ വരിക അല്ലേ? വെള്ളിയാഴ്ച അത് ചരണ്ടിയിട്ടാ ജുമയ്ക്ക് പോവുക. എത്ര മൂത്തോൽക്ക് അത് തീരെ മനസ്സിലാകും. ആ മൂത്തോനാണ് ആ കാണുന്നത്. കണ്ടങ്ങള് സ്വന്തം സംഘടനന്റെ പ്രസിഡന്റ്, ഓൻ ഇതുവരെ തിരിഞ്ഞിട്ടില്ല അനുയായി. ചെറുപ്പക്കാർക്ക് എത്ര വലിയ മടിയില്ല ഇപ്പൊ താടി വളർത്താം. കുറച്ച് പ്രായം കൂടി 45-50 കഴിഞ്ഞോൽക്ക വളർത്താൻ ഭയങ്കര മടി. എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. അത് നരച്ചാണ്, നമ്മളെ തലയിൽ നരച്ചണല്ലോ. അതെന്താ പഠിച്ചാത്ത? രാവിലെ പോയി പഠിച്ചോളി. പൈസ ചെലവാവൂലേ? പെണ്ണുങ്ങളെ ഏൽപ്പിച്ചാൽ മതി, ഓൾക്കൊരു ഡ്യൂട്ടി ആയിക്കോട്ടെ. നിത്യാന തല വരണ്ടത് എന്നെ നരച്ചോണ്ട് മീശ നരച്ച എന്താ നിങ്ങൾ പഠിച്ചാത്ത? അതില്ല താടി, നിങ്ങളെ താടി ഒക്കെ നരച്ച് നിങ്ങൾ പഠിച്ചാളി ഓള് പറഞ്ഞു. ഓളൊപ്പം പോണ്ടി വരും നരകത്തേക്ക്. എവിടേക്കായി പോണത്? എന്തിനങ്ങൾ ഇത്ര ഇടങ്ങേറായി ഇതിൽ നിൽക്കുന്നത്? ഒന്നുകിലും മുസ്ലിമായി ജീവിക്കുക, അല്ലെങ്കിൽ കാഫറാൻ സമ്മതിച്ച് പുറത്തു പോവുക. ആരോടെ? TP അബ്ദുള്ള കോയ മദനി അടക്കമുള്ള ആൾക്കാരോടാ കാഫിറാന്ന് പറഞ്ഞു പോയിക്കൂടെ? മുജാഹിദേ, മമ്പാട്ടങ്ങാടിയിൽ വന്ന് ഇവിടുത്തെ മുസ്ലിങ്ങളോട് നിങ്ങളൊക്കെ കുഫറുണ്ട് ശരിക്കുണ്ട് എന്ന് പറയുന്നതിന്റെ മുമ്പ് മമ്പാട് മുജാഹിദ് മഹലിൽ എത്ര ഉണ്ട് ഇസ്ലാമിന്റെ പുറത്തും ഔത്തും നിങ്ങൾ പറഞ്ഞായിരുന്നു. പുതിയ ഗൾഫിൽ നിന്നൊക്കെ മുജാഹിദ് കീസിലിട്ട് വന്ന ആൾക്കാരുണ്ടല്ലോ. TP അബ്ദുള്ള കോയ മദനിന്റെ മാതിരി ഇമ്മിക്കൈരി തേച്ചാ തരില്ല, മുഴുവൻ ക്ലീൻ ഷേവാ ദിവസവും. ഇവലൊക്കെ ജാതിയതാ നിങ്ങൾ പറഞ്ഞേരി. ഇവലൊക്കെ താടി എത്ര ഉണ്ട്? ജാതിന്റെ പുറത്തോ ഔത്തോ? മുജാഹിദ് എങ്ങനെ വണ്ടി കൊണ്ടുവന്ന് ചോറയിച്ച് വിട്ടാ പോരാ. പുതിയ ഈ പൊന്നാനി പോയ ഈമാനും കാട്ടിട്ട് ഇതൊക്കെ ഒന്ന് കാട്ടിത്തേരി നിങ്ങള്. ജാതിന്റെ അകത്താ പുറത്താന്നുള്ളേ. ആരെങ്ങളെ പിടിച്ചിവിടെ? ജനാധിപത്യ രാജ്യം പൊയ്ക്കോളിയും, കൊല്ലൊന്നുമില്ല. ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള കാലത്തുമാതിരി കൊല്ലൊന്നുമില്ല. പോകാം. മുർത്തദായനെ കൊല്ലും ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ. ഇവിടെ കൊല്ലൊന്നുമില്ലല്ലോ, ജനാധിപത്യല്ലേ. അതുകൊണ്ട് സുഹൃത്തെ, മുസ്ലിം ആകുകയാണെങ്കിൽ മുസ്ലിമിന്റെ രൂപത്തിലും ഭാവത്തിലൊക്കെ ജീവിക്കണം. പണ്ടത്തെ കാരണന്മാരുണ്ട്, പട്ടിന്റെ കോലം കെട്ടിയൊന്ന് കൊരക്കലും വേണ്ടതെന്ന്. ഇന്നമാതിരി മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അതിന്റെ കോലവും ജയിലും ഒക്കെ വേണം, നടപ്പിലും വിരിപ്പിലും പെരുമാറ്റത്തിലൊക്കെ. സെലഫി എന്ന് പറഞ്ഞാൽ പോരാ, സെലഫി ആകണം. മനസ്സിലായില്ലേ? ഞാനും കേരളം എന്താ കേരളമായത്? മറ്റവനൊക്കെ അപ്പുറത്ത്, അപ്പൊ ഞാൻ അപ്പുറത്ത്. ആ ജാതി ഇവിടെ വേണ്ട. ആരോടാ പറയുന്നറിയോ? കല്ലായിപ്പാലത്തിന്റെ അങ്ങോട്ടുള്ള വള്ളം പൊളിച്ചൊക്കെ മുജാഹിദ് കൊണ്ടുവന്നതാന്ന് പറഞ്ഞ് അന്തിക്ക് കതറിട്ട് മുജാഹിദ് അറിയാൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കി, കണ്ണാടിന്റെ മുന്നിൽ നിന്ന് കണ്ട് ഞാൻ മുജാഹിദോ സുന്നിയോ എന്ന് ആലോചിച്ചേണ്ട, മാപ്പിളയാദിയോ കാഫിറോ എന്ന് ആലോചിച്ചോളി. സഹോദരന്മാരെ, നിങ്ങളാ ഞങ്ങളെ ഗ്രൂപ്പ് ഇട്ട് കളിപ്പിക്കണേ. ശരിക്കു തരും തന്ന പരിചയേ ഞങ്ങൾക്കുള്ളൂ. ആദർശപരമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വഴികളിൽ തൊട്ടുകളിക്കാൻ ഒരു മുജാഹിദ് പുരോഹിതനെ